എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് അത് ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡാണ്. ഞാൻ കസ്റ്റേർഡ് പൗഡറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. ഫ്രൂട്ട്സൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈ കിട്ടിയ ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ മെലണിന് ഞാൻ ഒഴിവാക്കിയതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനെക്കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഫ്രൂട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് 2 ടൈപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ ചിക്കു സപ്പോട്ട എടുത്തിട്ടുണ്ട്, പപ്പായ, ഷമാം, പിന്നെ ആപ്പിൾ. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ. ഇതാ വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. വാനില ഫ്ലേവറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാനില ഫ്ലേവർ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാനുള്ള പാലാണ്. നമുക്ക് ഇതുണ്ടാക്കാനുള്ള പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് കാണാം. ഇതാ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ടെ. നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച്, മധുരമുള്ളതാണല്ലോ ടേസ്റ്റ് കൂടും. ഞാനിതാ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് തിളച്ച് വരട്ടെ. നമ്മളെ പാലിതാ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാം. ഇതാ ഞാനൊരു 1.5 സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തത്, ചെറിയ സ്പൂണ്. ഇനി നമുക്കിത് പാലിട്ട് മിക്സ് ചെയ്യാം. ഇത് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ തന്നെ പാലിട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് കുറച്ച് പാല് പാർന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ചുകൂടി പാലൊഴിക്കാം. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ കട്ടയൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് ഒഴിക്കാം. നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇത് തിളച്ച് വരട്ടെ. സ്ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഈ സമയത്ത് ഇതിനി ഇങ്ങനെ തിക്കായിട്ട് വരും. എന്നിട്ട് നമുക്ക് തിക്കായിട്ട് ഇത് ഒരു ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് പിന്നെയും കുറുകാൻ തുടങ്ങും. അഥവാ കസ്റ്റേർഡ് പൗഡർ കൂടുതലായിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് പറഞ്ഞിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. ഭയങ്കര തിക്കായി പോയില്ലെങ്കിൽ. ഇത് തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ബൗളിലേക്ക് ഇത് പകർത്തിയിട്ട് വെക്കാം. ഞാൻ ഓഫ് ചെയ്തപ്പോൾ തന്നെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് കുറുകും. ഇതിപ്പോൾ നല്ലോണം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂട് തന്നെയുണ്ട്, കൂളായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാൻ എക്സ്ട്രാ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട്, ബനാന, നമ്മുടെ പഴം. അതിനോട് മറന്നുപോയി നേരത്തെ പറയാൻ വേണ്ടിയിട്ട്.
ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇനി ഓരോന്നോരോന്ന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മുഴുവനായിട്ട് ചേർത്തിട്ട് കാണാം. ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം. ഓൾറെഡി തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ മുകളിൽ സെർവ് ചെയ്യുന്ന രീതിയിലൊക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.